ഹലോ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ സൗദി അറേബ്യയിലാണുള്ളത്. ഇവിടെ ഒരു വണ്ടി ഇടിച്ചാലുണ്ടാകുന്ന പ്രൊസീജിയേഴ്സും അതിൻ്റെ പിറകെയുള്ള കാര്യങ്ങളും പിന്നെ നാട്ടിലെ നൂലാമാലകളും തമ്മിലുള്ള ചെറിയൊരു താരതമ്യമാണ് ഈ പറയുന്നത്. ഈ കാണുന്ന വണ്ടി എൻ്റെതാണ്. എൻ്റെ വണ്ടി ഇവിടെ ഇടിച്ചു. എൻ്റെ വണ്ടി ആക്സിഡൻ്റായി. ഇവിടെ നുജം എന്ന് പറയുന്നൊരു പ്രത്യേക ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, ഒരു സംവിധാനമുണ്ട്. അവരെ ടോൾ ഫ്രീ നമ്പറിൽ നമ്മൾ വിളിക്കുക. അവരൊരു 10 മിനിറ്റോ അരമണിക്കൂറോ 1 മണിക്കൂറോ ഒക്കെ എടുത്ത് അവർ സ്ഥലത്തെത്തും. തിരക്കുള്ള റോഡാണെങ്കിൽ നമ്മൾ വണ്ടിയുടെ ആക്സിഡൻറ്റ് ഫോട്ടോസ് വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിട്ട് വണ്ടി മാറ്റിയിട്ട് കൊടുക്കുക. തിരക്കില്ലാത്ത റോഡാണെങ്കിൽ വണ്ടി അവിടെ തന്നെ ഇട്ടിരുന്നാലും ഒരു കുഴപ്പമില്ല. ഓക്കെ, ഇതാണ് ഇവിടുത്തെ സംവിധാനം. വന്നിട്ട് നിജം വന്നിട്ട് രണ്ട് കൂട്ടരുടെയും പിന്നെ സൈഡിലുള്ള കേൾക്കും. എന്നിട്ട് അവരുടെ പിന്നെ ഫൈനൽ ഡിസിഷൻ എടുക്കും. ഇൻഷുറൻസിനുള്ള പേപ്പർ തരും. 2 ദിവസം കഴിഞ്ഞ് മെസ്സേജ് വരും. ഇൻഷുറൻസിന് വണ്ടി കൊണ്ടുപോയി കാണിക്കുക. അവരതിൻ്റെ എസ്റ്റിമേറ്റ് എടുക്കും, പൈസ അയക്കും, കൊണ്ടുപോയി നന്നാക്കുക. ഇത്രയേ ഉള്ളൂ ഇവിടെ പരിപാടി. അല്ല ആരും റോഡിൽ ഇറങ്ങിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിനെ പിടിക്കുക, തള്ളക്കി വിളിക്കുക, അടിയോ പിടിയോ ഒരു പരിപാടി ഇവിടെ ഇല്ല. മനസ്സിലായില്ലേ? ഭയങ്കര നല്ലൊരു സെറ്റപ്പാണിത്. നാട്ടിൽ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ ഭയങ്കര വലിയൊരു സെറ്റപ്പാണ്. ആ ഒരു സംവിധാനത്തെ മാത്രം വിളിച്ചത് ടോൾ ഫ്രീ നമ്പറുണ്ട്. ഇനി നാട്ടിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ പരിതാപകരമാണ്. വളരെ പരിതാപകരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര മോശവും ചെറ്റത്തരമാണ്. അപകടം പറ്റി തെറ്റുകാരൻ അംഗീകരിക്കില്ല. അതായത് സൈഡിൽ ഒതുക്കി വെച്ചിരുന്ന ഈ ബൈക്കുകാരൻ്റെ ബൈക്ക് കൊണ്ടുവച്ചിടിച്ച് റോഡിന്റെ സൈഡിൽ പാർക്ക് ചെയ്യുന്ന എന്റെ വണ്ടിയിൽ ഓപ്പോസിറ്റ് സൈഡിൽ കൂടെ വന്ന ഇയാൾ വണ്ടി ഇടിച്ച് ടോട്ടൽ ലോസ് ആക്കിയിട്ട് എന്നോട് പറഞ്ഞെന്തെന്നറിയാവോ? നിന്റെ വണ്ടി പുതിയ R15 ഒന്നും അല്ലല്ലോ എന്ന്. തിരുവനന്തപുരം കണ്ണമ്മൂല ഫെയർ സലൂണിന്റെ ഫ്രണ്ടിലായിട്ടാണ് എന്റെ വണ്ടി പാർക്ക് ചെയ്തിരുന്നത്. അപ്പോഴാണ് ഓപ്പോസിറ്റ് വന്ന ഇയാളെ കാറ് എന്റെ വണ്ടി ഇടിച്ച് തെറിപ്പിച്ചത്. ഇയാൾ അപ്പോഴും അവിടെ നിന്ന് വണ്ടി എടുത്തുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് ഇയാൾ എന്നോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല, വേണ്ട രീതിയിലുള്ള എന്താ ഞാൻ ചെയ്തു തരാന്നുള്ള രീതിയിലാണ് എന്നോട് പറഞ്ഞത്. എന്നിട്ട് ഇയാളുടെയൊക്കെ തനി സ്വഭാവം പുറത്തു വരുന്നത്, എന്റെ തരാൻ പൈസ ഇല്ല, നിന്റെ പുതിയ R15 ഒന്നും അല്ലല്ലോ, പഴയ ഈ ഒരു വണ്ടിയല്ലേ എന്നുള്ള രീതിയിലാണ് എന്നോട് സംസാരിച്ചത്. വണ്ടി കൊണ്ടുവച്ച് ഇടിച്ചിട്ട് ഇയാളുടെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് അല്ല എന്നാണ് ഇപ്പൊ അയാൾ പറയുന്നത്. അതുപോലെ പറഞ്ഞിട്ട് അയാളൊരു ഡോക്ടറാണ്, തിരുവനന്തപുരം കിംസിൽ വർക്കുന്ന ഹരിദേവ് എന്നൊരു ഡോക്ടറാണ്. തെറ്റുണ്ടായിരുന്നില്ല സാറേ. ഇല്ല സാറേ, എന്റെ ഭാഗത്ത് തെറ്റുണ്ടായിരുന്നില്ല. ഇല്ല ഇല്ല സാറ് അതറിയാലോ. അടുത്ത ഭാഗത്ത് കൊണ്ട് ഓവർടേക്ക് ചെയ്തോണ്ടാ, അടുത്ത വസ്തു കൂടി വന്ന് ഓവർടേക്ക് ചെയ്തോണ്ടാ. നിങ്ങളൊക്കെ പോലീസ് തന്നെയാ സാറേ, അല്ലെന്ന് പറയുന്നില്ല. നിങ്ങൾക്ക് നിയമം തെറ്റിക്കാന്നുള്ള റൂൾസ് ഒന്നുമില്ല, മനസ്സിലായ? നിയമം പാലിച്ചിട്ട് തന്നെ പോണം, മനസ്സിലായ? നിയമം എന്ത് പാലിച്ചു? സാറ് ലെഫ്റ്റ് സൈഡിൽ കൂടി ഓവർടേക്ക് ചെയ്യണതാണ് നിയമം പാലിക്കണേ. സാറിന് അറ്റ്ലീസ്റ്റ് കോമൺ സെൻസ് ഇല്ല. സാറിന് കോമൺ സെൻസ് ഇല്ല. ലെഫ്റ്റ് സൈഡിൽ കൂടി ആരെങ്കിലും ഓവർടേക്ക് ചെയ്യോ? എന്നിട്ട് സാറ് പറയണ എന്റെ തെറ്റാ, രണ്ടുപേരെ ഭാഗത്തും തെറ്റുണ്ട്. അതെങ്ങനെ ന്യായീകരിക്കുന്നത്? സാറിന്റെ തെറ്റ് മറച്ചു വെക്കാൻ വേണ്ടിയല്ലേ? പിന്നെന്തിനാ എന്റെ ഭാഗത്ത് എങ്ങനെ സാറ് തെറ്റ് വരുന്നത്? സാറ് ഇടതു വശത്ത് കൂടി ഓവർടേക്ക് ചെയ്തുകൊണ്ടാ ഈ തട്ട് കിട്ടിയേക്കണേ. എന്റെ ലെഫ്റ്റ് സൈഡും സാറിന്റെ റൈറ്റ് സൈഡും കാണും, മനസ്സിലായ? എന്നിട്ട് സാർ ന്യായീകരിക്കണ്ട. നിങ്ങളെടുത്ത് 10 പൈസ കിട്ടൂലെന്ന് എനിക്കറിയാം, ഒരു നക്കാപിച്ചവും കിട്ടൂല. പക്ഷെ നിങ്ങൾ ന്യായീകരിക്കാൻ നിൽക്കരുത്, മനസ്സിലായ? എടുത്തു 1 മാസമായില്ല സാറേ, കാണും. അല്ല തെറ്റില്ല എന്ന് പറയരുത്. വണ്ടി ആവുമ്പോ തട്ടും സാറേ. നിങ്ങൾ അറിഞ്ഞുകൊണ്ട് വന്ന് തട്ടിയിട്ട് കാര്യമില്ല. ശ്രദ്ധിക്കും സാറേ, എനിക്കൊന്നും പറയില്ല. അറിഞ്ഞുകൊണ്ട് തന്നെയാ സാറാ തട്ടിയ. സാറിന് അത്രക്കും തിരക്കായിരുന്നു, അത്രക്കും തിരക്കായിരുന്നു. ഈ പോലീസുകാരനാണ് കൊണ്ടുവച്ചിടിച്ചത്. ഇടതുവശത്തൂടെ ഓവർടേക്ക് ചെയ്ത് അയാൾ കൊണ്ടുവച്ചിടിച്ചിട്ട് കട്ടയ്ക്ക് അവിടെ കിടന്ന് ന്യായീകരണം പറയാം. ഒരു നിയമപാലകൻ ഇത്രയും ചെറ്റത്തരം കാണിച്ച്, തന്തയില്ലായ്മത്തരം കാണിച്ച്, സംസാരിച്ച് ന്യായീകരിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ പൊതുജനം എവിടെ എത്തി നിൽക്കും? അയാൾക്ക് അയാളുടെ തെറ്റൊന്ന് അക്സെപ്റ്റ് ചെയ്താൽ പോരെ. സുഹൃത്തെ പറ്റിപ്പോയി, നമുക്ക് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വേണ്ട ചെയ്യാം, ഇൻഷുറൻസ് ഉണ്ടല്ലോ. ഇങ്ങനൊരു സംസാരം പോലും ഇല്ല. സ്വയം അങ്ങ് ന്യായീകരിച്ച് മെഴുകുകയാണ്, മനസ്സിലായില്ലേ? ഇത് വളരെ ചെറ്റത്തരം എന്ന് വെച്ചാൽ ഭയങ്കര ചെറ്റത്തരമാണ്. ഈ നാട്ടിൽ ഇപ്പോൾ ഈ നിലവിലുള്ള ഇതുപോലുള്ള പല നിയമങ്ങളും മാറ്റിമറിക്കേണ്ടതായിട്ടുണ്ട്, മാറ്റിയെഴുതേണ്ടതായിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ സംവിധാനം വളരെ മോശമായിക്കൊണ്ടിരിക്കുകയാണ്. എത്രയും സംവിധാനങ്ങൾ പഠിക്കാനും പറയാനെന്നും പറഞ്ഞ് അയൽ രാജ്യങ്ങളിൽ പോണ്. ഈ ബേസിക് ആയിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ പൊതുജനങ്ങൾക്ക് എളുപ്പത്തിലാക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ പഠിച്ച് എന്തെങ്കിലും ഒരു പറയുക അവിടെ ചെയ്യുന്നുണ്ടോ? ഒരു കോപ്പും ചെയ്യുന്നില്ല. തൊട്ടയൽ രാജ്യങ്ങളിൽ കിടക്കുന്ന പരിപാടികളല്ലേ. ഇവിടെ നിജം എന്ന് പറയുന്ന സംവിധാനത്തെ വിളിക്കുന്നു, അവർ വരുന്നു, ഇൻഷുറൻസ് റെഡിയാക്കുന്നു, അതിനെ കൊണ്ടുപോയി അവിടെ കാണിക്കുന്നു. അതിന് വർക്ക്ഷോപ്പുണ്ട്, അവിടെ കൊണ്ടുപോയി കാണിക്കുന്നു, അവർ എസ്റ്റിമേറ്റ് എടുക്കുന്നു. പിറ്റേ ദിവസവും അതിൻ്റെ 3 അന്നോ പൈസ കിട്ടുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരാഴ്ച ആവട്ടെ, എന്നാലും നമുക്ക് ന്യായമുണ്ട്, മനസ്സിലായില്ലേ? നമ്മുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ നമുക്കത് പിന്നെ എവിടെ വേണോ പറയാം. നമുക്ക് വളരെ ഈസി ആയിട്ട് ഇവിടെയൊക്കെ കാര്യങ്ങൾ നടക്കും. ഇനിയിപ്പോൾ നമ്മുടെ നാട്ടിൽ ഷോറൂമിൽ നിന്നൊരു വണ്ടി എടുക്കുക, ആ വണ്ടിക്ക് എന്തെങ്കിലും ഫോൾട്ടുണ്ട്, അതിന് എത്ര ദിവസം കയറി ഇറങ്ങിയാൽ നടക്കും? പോരാ. പിന്നെ അത് അവരുടെ അടുത്ത് വഴക്കായി, പിന്നെ നെഞ്ചത്ത് റീത്ത് വെച്ച് റോഡിൽ കിടത്തയായി, പിന്നെ പരാതിയായി, പോലീസ് പരാതിയായി, മറ്റതായി മറിച്ചതായി, പിന്നെ കോടതിയിൽ പോയി
ചിന്തിക്കാൻ പറ്റില്ലട. ഇതൊക്കെ ഇനി എന്നടെ നന്നാവണം ഈ സിസ്റ്റങ്ങളൊക്കെ. അയൽ രാജ്യങ്ങളൊക്കെ പഠിക്കാനും വരയ്ക്കാനെന്ന് പറഞ്ഞ് പോയിട്ട് ഒരു കോപ്പം നടക്കാത്ത നാടാണ് നമ്മളത്. എന്ന് നടക്കൂടെ ഇതൊക്കെ ഇനി? വളരെ സിമ്പിളായിട്ട് നടത്താവുന്ന കാര്യങ്ങളാണ്. പൊതുജനങ്ങൾക്ക് വളരെ പെട്ടെന്ന് നീതി ലഭിക്കുന്ന സംവിധാനങ്ങളാണ്. ഒരു അപകട കേസ് ആരുടെ ഭാഗത്താണ് തെറ്റ്, അല്ലെങ്കിൽ ഇതൊന്ന് ആരോടാ ഇല്ല നടക്കൂടെ ഇതൊക്കെ?